മണ്ണിൽ പണിയെടുക്കുന്നവന്റെ വിശ്വാസങ്ങൾക്ക് രാഷ്ട്ര ജീവിതത്തിന്റെ ഹൃദയത്തുടിപ്പിന്റെ താളമാകണമെന്ന ഉറച്ച ബോധ്യത്തോടെ നയിച്ച മഹാപ്രസ്ഥാനം അതിന്റെ മുമ്പിലും മുട്ടുമടക്കിയില്ല. എല്ലാ വ്യാജ പ്രചരണങ്ങളുടെയും കുരുക്കിനകത്തേക്ക് തള്ളിയിട്ട് അതിനിന്ന് ആർജിതമായിരിക്കുന്ന എല്ലാ സാമൂഹിക അന്തസ്സും ഊതിക്കെടുത്താൻ എല്ലാവിധ പരിശ്രമങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരുണത്തിൽ നിൽക്കുന്നു എന്നതും കോടിയേരിയുടെ സ്മരണ പുതുക്കുമ്പോൾ നാം കാണാതിരുന്നുകൂടാ. അത്തരക്കാരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും തകർക്കാൻ, ഈ ചെങ്കൊടി പ്രസ്ഥാനത്തെ തകർക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന അത്തരക്കാരായ ആളുകളോട് മഹാനായ ഞങ്ങളുടെ നേതാവിന്റെ സ്മരണ പുതുക്കുമ്പോ ആ സ്മരണയുടെ രമസ്മരണയുടെ ചുവന്ന പുഷ്പങ്ങളാൽ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ അവരോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങളെക്കാൾ വലിയ ശക്തികൾ, നിങ്ങളെക്കാൾ അമാനുഷികതയുള്ളവർ, നിങ്ങളെക്കാൾ അതീന്ദ്രിയമായ എല്ലാ ശാക്തീകതയുമുള്ളവർ കിണഞ്ഞു പരിശ്രമിച്ചതാണ് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ. 1920 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ ഈ പാർട്ടിയെ നിരോധിച്ചു ബ്രിട്ടീഷ് ഗവൺമെന്റ്. ആ ബ്രിട്ടൻ അൻവറിനില്ലാത്ത ഒരുപാട് സവിശേഷതകൾ ബ്രിട്ടനുണ്ടായിരുന്നു. എല്ലാ മാരക ശേഷിയുള്ള ആയുധവും ബ്രിട്ടന്റെ കയ്യിലുണ്ടായിരുന്നു. വിചാരണ കൂടാതെ തൂക്കിക്കൊള്ളാനുള്ള എല്ലാ നിയമവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്നു. കാരണം അവരായിരുന്നു ഈ രാജ്യത്തെ ഭരണാധികാരികൾ. ആ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പെഷവാർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ് തുടങ്ങി 2-3 ഗൂഢാലോചന കേസുകളിലാക്കി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കുകയും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ബ്രിട്ടീഷുകാർ തുറങ്കിലടക്കുകയും ചെയ്തു. രാജഗുരുവിനെയും ഭഗത് സിംഗിനെയും സുഖദേവിനെയും അടക്കം ബ്രിട്ടന്റെ കൊലക്കയറിന് മുമ്പിലേക്ക് നടന്നു നീങ്ങിയ കൊലക്കയർ കരുത്തിൽ സ്വീകരിച്ച് തൂങ്ങിയാടിയപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ സാർവദേശീയതയ്ക്കും പണിയെടുത്ത് ജീവിക്കുന്നവന്റെ അധ്വാനത്തിന്റെ മിച്ചം കൊണ്ടാണ് രാജ്യത്ത് സമ്പത്തുണ്ടാകുന്നത്. ആ സമ്പത്തിന്റെ പങ്ക് ആ പണിയെടുത്ത് നാട്ടിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവന് കിട്ടുന്നവൻ വരെ ഞങ്ങളുടെ പോരാട്ടത്തിന് അവസാനമില്ല എന്ന് പറഞ്ഞ് തൂക്കിലേറിയ തീര രക്തസാക്ഷിത്വത്തിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ മേൽക്കോയ്മയുടെ ബ്രിട്ടീഷ് സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിന്റെ തീക്കനലുകൾക്ക് മുമ്പിൽ എരിഞ്ഞുയർന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരന്റെ ബലികുടീരങ്ങളിൽ ഇൻകിലാബിന്റെ സമരഗീതമുയരുമ്പോഴാണ് 64-ൽ CPM-ന്റെ രൂപീകരണം ഉണ്ടാകുന്നത്. നെഹ്റു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. ആ നെഹ്റുവിയൻ നയങ്ങളോടും നെഹ്റുവിന്റെ നിരോധനത്തോടും ഏറ്റുമുട്ടിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വന്നത്. അൻവറിനില്ലാത്ത കരുത്ത് നെഹ്റുവിനുണ്ടായിരുന്നു. 1957-ലെ 1-ാം EMS ഗവൺമെന്റിനെ 59-ൽ പിരിച്ചുവിട്ട നെഹ്റു ഗവൺമെന്റ് എല്ലാ മതജാതി സംഘടനകളുടെയും സാമുദായികതയുടെയും മേലാളന്മാരുടെ ഒത്തുചേർന്ന ഗൂഢാലോചനയിൽ കേരളത്തിലെ പട്ടിണിക്കാരന്റെയും പാവപ്പെട്ടവന്റെയും വർഗപ്രസ്ഥാനത്തിന്റെ കഴുത്തു ഞെരിക്കാൻ കിട്ടാവുന്ന എല്ലാ ആയുധവും സംഭരിച്ച് ഞെരിച്ചു നിന്നപ്പോഴും അതിനെതിരായ പോരാട്ടത്തിനകത്ത് അലകിന്റെ അറ്റം ചെത്തിമിനുക്കി ആവിപറക്കും ചോരയിൽ മുക്കി ഇതിഹാസങ്ങൾ രചിക്കും ഞങ്ങൾ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങി ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് നടന്നു നീങ്ങി മണ്ണിൽ പണിയെടുക്കുന്നവന്റെ വിശ്വാസങ്ങൾക്ക് രാഷ്ട്ര ജീവിതത്തിന്റെ ഹൃദയത്തുടിപ്പിന്റെ താളമാകണമെന്ന ഉറച്ച ബോധ്യത്തോടെ നയിച്ച മഹാപ്രസ്ഥാനം അതിന്റെ മുമ്പിലും മുട്ടുമടക്കിയില്ല. അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ ശ്രീമതി ഗാന്ധി കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി. രാജനും കള്ളനും വിജയനും ചാലിയുമടക്കം 20,000 ആളുകൾ രാജ്യത്ത് കൊല്ലപ്പെട്ടു. 20,000 പേർ. കേരളത്തിലെ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. നാവണക്കോ പണിയെടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ പോലീസിന്റെയും പട്ടാളത്തിന്റെയും സേനാ സൈന്യത്തിന്റെയും എല്ലാം പിൻബലത്തിൽ നിന്നുകൊണ്ട് ശ്രീമതി ഗാന്ധി അടിച്ചമർത്തലിന്റെ ഏകാധിപത്യത്തിന്റെ കൊടുവാൾ വീശി കമ്മ്യൂണിസ്റ്റുകാരന്റെ തലയേറിയാൻ തുടങ്ങി. അജയ്യമായ ചെറുതുതിൽപ്പിലൂടെ അതിനെയും മറികടന്ന പ്രസ്ഥാനം. അതൊന്നും അൻവർ എന്ന് പറയുന്നവന്റെ അണ്ടർവെയറിനകത്തില്ലല്ലോ.
നന്നായി ഓർത്തിരിക്കണം. ഇവർക്കൊന്നും ഉണ്ടായിരുന്ന കഴിവൊന്നും ഈ അൻവർ എന്ന് പറയുന്ന 8 ആണ്ട് കാലം കൂടെ കിടന്ന് അപ്പം തിന്നേച്ച് അപ്പുറത്ത് മാറി അതിലും വലിയ അച്ചപ്പം കണ്ടപ്പോ പോയിരിക്കുന്ന അൻവർ എന്ന് പറഞ്ഞുകൊണ്ട് നിക്കറിനകത്തില്ലല്ലോ. ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാണ്, ഇതിനെ അതിജീവിച്ചവരാണ്. ആ സാമ്രാജ്യ വിരുദ്ധതയുടെ ദേശീയ ഭരണകൂടത്തിന്റെ, ഇന്ദിരാഗാന്ധിയുടെ, കരുണാകര ഭരണകൂടത്തിന്റെ നെറുകേടുകൾക്കെതിരായ പോരാട്ടങ്ങളുടെ മുമ്പിൽ രക്തസാക്ഷിത്വത്തിന്റെ മഹാപാതകൾ തെളിച്ച് കടന്നു വന്നപ്പോഴും കള്ളക്കേസുകളിൽ കുടുക്കി അപവാദങ്ങൾ പ്രചരിപ്പിച്ച് തകർക്കാൻ ശ്രമിച്ചപ്പോഴും കമിഴ്ന്നു വീണ് ഈ നാട്ടിലെ സാധാരണക്കാരനും പാവപ്പെട്ടവരും നിവർത്തനക്കാരുള്ള അവസരം കൊടുത്ത് തമ്പ്രാനെന്ന് വിളിക്കില്ല, പാവയിൽ കഞ്ഞി കുടിക്കില്ല, കൂലിയില്ല, വേറെ ചെയ്യില്ല എന്ന ഉറച്ച ബോധ്യത്തിന്റെ, ഉത്കടമായ ആത്മാഭിമാനത്തിന്റെ രക്തപതാകയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി കേരളത്തിന്റെ രാഷ്ട്രീയ അധികാരത്തിൽ 2 ആണ്ട് കാലമായി 2 ടേമിലായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഈ വർഗ പ്രസ്ഥാനത്തെയും എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും സ്വന്തം നെഞ്ചിലെ, സ്വന്തം ശരീരത്തിലെ ഉയിര് പോലെ ചേർത്ത് നിർത്തി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുണ്ടാകുമെന്ന സഖാവ് കൊടിയേരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രതിജ്ഞയെടുക്കാൻ ഇത്തരുണത്തിൽ ആ സഖാവിന്റെ സ്മരണയുടെ ദീപ്തമായ നാളങ്ങളെ ആളിയേറിയാൻ ഇടയാക്കുന്നതായി നമ്മുടെ മനസ്സിൽ നിന്ന് ആ സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് സഖാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിപ്ലവാഭിവാദനങ്ങൾ.